ബ്രോ പുതിയ ഐഫോൺ മേടിച്ചാ? ആ ബ്രോ, പുതിയ ഐഫോൺ എങ്ങനെ മനസ്സിലായി? അല്ല, പുതിയ ഡിസൈനുള്ള ഐഫോൺ. ഡിസൈൻ ശരിയാണ്, ഡിസൈനിൽ മാറ്റമുണ്ട്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ആപ്പിൾ ഇക്കഴിഞ്ഞ ദിവസം ഐഫോൺ 17 സീരീസ് പുറത്തിറക്കിയിരുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഏറ്റവും സ്ലിമായ ഐഫോൺ എയർ ആണ് ചർച്ചാ കേന്ദ്രം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ആപ്പിളും സാംസങ്ങും തമ്മിലുള്ള ടെക് യുദ്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ പോരിന്. അവസാനത്തെ കളിക്ക് നീ ഒരുങ്ങിയിരുന്നോ? നിന്നോട് ജയിക്കുന്നത് എനിക്കൊരു ഹര. അതല്ല, നിനക്ക് എന്നോട് ജയിക്കണമെങ്കിൽ നീ വേറെ ജനിക്കണം. ഐഫോൺ 17 സീരീസ് പുറത്തിറക്കിയതിന് പിന്നാലെ വീണ്ടും ആപ്പിൾ സാംസങ് പോര് തുടങ്ങി. This is a game which is gonna be a massive hit of the year. ഇതിനൊക്കെ ഇപ്പോഴും പ്രസക്തിയുണ്ടോ എന്ന പരിഹാസ ചോദ്യം സാംസങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഉന്നയിച്ചതാണ് ഏറ്റവും പുതിയ സംഭവം. Why are you disturbing my peace? ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ എന്ന ഖ്യാതിയുമായി മാർക്കറ്റിലേക്ക് എത്തിയ ഐഫോൺ എയറിനെ ഉന്നമിട്ടായിരുന്നു സാംസങ്ങിന്റെ ഈ ട്രോൾ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ആപ്പിളിന് ഫോൾഡബിൾ ഫോണുകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് മുമ്പ് സാംസങ് രംഗത്തെത്തിയിരുന്നു. ഇത് മടക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുക എന്ന 2022 പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ആപ്പിളിനെതിരെ സാംസങ്ങിന്റെ പുതിയ ഒളിയമ്പ്. ഐക്കാണ്ട് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് പേര് പറയാതെ ആപ്പിളിനെ പരിഹസിച്ചുള്ള സാംസങ്ങിന്റെ പോസ്റ്റുകളെല്ലാം. ഐഫോണിലെ 48 MB ട്രിപ്പിൾ ക്യാമറയും സാംസങ് കളിയാക്കി. 3 48 MB സെൻസറുകൾ ഇപ്പോഴും 200 MB ക്യാമറയ്ക്ക് തുല്യമല്ല എന്ന് സാംസങ് മൊബൈൽസ് കുറിച്ചു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വീട്ടിൽ പറയുള്ളൂ തെണ്ടി. പോസ്റ്റിലെ കമന്റ് സെക്ഷൻ ഒരു യുദ്ധക്കളമായി മാറി. പുതിയ ഉപഭോക്താക്കൾ സാംസങ്ങിന് കൈയടിച്ചു. ചിലർ ആപ്പിളിന് അനുകൂലമായും സംസാരിച്ചു. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണണം കാണും.